ഹലോ, ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണേ. തട്ടും തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പച്ചക്കറി ചെടികളായാലും മറ്റ് ഗാർഡനിലുള്ള ചെടികളായാലും അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്നതേ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കാനുള്ള മണ്ണാണ് കേട്ടോ. അത് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണാണ് കേട്ടോ. അതായത് നമ്മുടെ മണ്ണിന് അസിഡിറ്റി ഉണ്ടാവും അല്ലേ. അപ്പോൾ ചിലപ്പോൾ ചില ചെടികളൊക്കെ വളരാത്തതോ മുരടിക്കണതോ മുഴുവൻ വളത്തിൻ്റെ മാത്രം പ്രശ്നമാവില്ല. അപ്പം നമ്മൾ ഇതുപോലെ കുമ്മായം വാങ്ങിച്ചിട്ട് നമ്മൾ 100 കിലോയ്ക്ക് ഒരു ഏകദേശം 2-3 കിലോൻ്റെ അടുത്ത് കുമ്മായം പൗഡർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏകദേശം ഒരാഴ്ചയോളം വെക്കും കേട്ടോ. കൂട്ടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതവിടെ നമ്മൾ മൂടിയിട്ട് വെക്കും. പിന്നെയാണ് നമ്മൾ അതിലേക്ക് കരിയിലയും വെണ്ണീറും ചാണകപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വീണ്ടും അത് ഒരു 5-6 ദിവസം കൂടെ വെച്ചിട്ട് പിന്നെയാണ് നമ്മളിത് ഗ്രോ ബാഗിൽ നിറയ്ക്കാനായിട്ട്. അതായത് വളത്തോടെയുള്ള മണ്ണാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതുപോലെ വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ പാവിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കുടുംബശ്രീയിൽ നിന്ന് കൃഷിഭവനിൽ നിന്നൊക്കെ ചെടികൾ കിട്ടാറുണ്ട് കേട്ടോ. ചെറിയ ചെറിയ തൈകളും കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണ് അമ്മ എങ്ങനെയാണ് നിറയ്ക്കണേന്ന് നോക്കാം. എൻ്റെ അമ്മയാണ് കേട്ടോ ഇപ്പോൾ ഈ ചെയ്യണത്. അപ്പോൾ അമ്മ ഇതുപോലെ ഗ്രോ ബാഗും വാങ്ങും നമ്മൾ. അല്ലാതെ ഇതുപോലെ കിട്ടുന്ന സിമൻറ്റ് ചാക്കുകളോ ഏത് തരം ചാക്കുകളാണെങ്കിലും അമ്മ ഇതുപോലെ അതിൻ്റെ മുകളറ്റം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ബാഗിലേക്ക് മടക്കിയിട്ട് ഒരു ചാക്കാക്കും കേട്ടോ. ഗ്രോ ബാഗിനേക്കാളും കൂടുതൽ ഈട് ഇതിനാണ് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ ഇതുപോലെ ചകിരിപ്പൊളി ഒരു 3-4 ചകിരിപ്പൊളി വെച്ചിട്ട് അതിൻ്റെ മീതേക്ക് ഈ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള വളം അടക്കമുള്ള ഈ മണ്ണ് അതിലേക്ക് വെട്ടിയിടാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു അരഭാഗത്തോളം നിറയുമ്പോൾ അതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കുത്തിയിട്ട് നമ്മൾ ഇതുപോലെ എല്ലാ ചാക്കുകളും നിറയ്ക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 4-5 വലുപ്പത്തിൽ ഹൈറ്റിലൊക്കെ വന്നിട്ടുള്ള ചെടികളെ നമ്മൾ ഇതിലേക്ക് പറിച്ച് നടാണ് കേട്ടോ ചെയ്യണത്. ഇത് ഈ ഒരു പ്രോസസ്സ് ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഒരു സൈഡിൽ നിന്ന് പഴയ ചെടികൾ മാറ്റാറായിട്ടെങ്കിൽ കുറേ വിളവ് തന്ന ചെടികളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ചാക്കൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് ആ മണ്ണും കൂടെ ഇതിൽ മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ അതിൻ്റെ ചകിരിയൊക്കെ പിന്നെ വേസ്റ്റ് ആയിട്ടുണ്ടാവും. അത് നമ്മൾ കളയാണ് പതിവ്. മണ്ണ് ഇങ്ങോട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പച്ചില പൊത ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അതായത് നമ്മൾ ചെടിയുടെ കടക്കിൽ ഈ ശീമക്കൊന്നയുടെ ഇലയൊക്കെ പൊത ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ താങ്ങൊക്കെ ചില ചെടികൾ, ഇപ്പോൾ തക്കാളി ചെടിയൊക്കെ നല്ല ഹൈറ്റിൽ പോരാണെങ്കിൽ അതിങ്ങനെ ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചുള്ളിക്കമ്പുകളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ ആ ചുള്ളിക്കമ്പൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ചെറുതായിട്ടൊരു കെട്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെയുള്ള മുൻകരുതലുകളും എടുക്കാറുണ്ട് കേട്ടോ. നമ്മളെ ഒരുപാട് ചീരയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അത് ചുവന്നതും പച്ചയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ഇതൊരു വെറൈറ്റി ചീരയാണ് കേട്ടോ. വള്ളിച്ചീര എന്ന് പറയും നമ്മൾ. ഇതിന് നന്നായിട്ട് പടർന്ന് കയറി പോകണം. അതുപോലെ ഇലയൊക്കെ നല്ല വളമണ്ണിൽ നിൽക്കുന്നത് കൊണ്ട് കണ്ട നല്ല രസത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല ഒരു പിങ്ക് കളറിലാണ് അതിൻ്റെ തണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഒരല്പം കൊഴുപ്പോട് കൂടിയിട്ടുള്ള പോലെയാണ് കേട്ടോ. നമുക്ക് ഉലർത്തിയെടുക്കാനായിട്ട് പറ്റില്ല. ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴമ്പൻ ചീരക്കറിയായിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറെക്കുറെ പച്ചക്കറികളും ഇവിടെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. നമ്മൾ പാവയ്ക്ക, വഴുതനങ്ങ, അതുപോലെ തക്കാളി, പച്ചമുളക്, അങ്ങനെ ഏറെക്കുറെ സാധനങ്ങളും ഇപ്രാവശ്യം ഞങ്ങൾ ഉരുളക്കിഴങ്ങും നട്ട് നോക്കിയിട്ടുണ്ട്. അത് സക്സസ് ആവുകയാണെങ്കിൽ കാണിച്ചു തരണ്ട് കേട്ടോ. ഈ പോട്ടിംഗ് മിക്സ് നിറച്ച ബാഗുകളിലേക്ക് ഡയറക്റ്റ് അമ്മ വിത്ത് നടാറില്ല കേട്ടോ. വിത്തുകളൊക്കെ നമ്മൾ വേറെ മുളപ്പിച്ചിട്ട് തന്നെയാണ് ഇതിലേക്ക് കൊണ്ടുവന്ന് കുഴിച്ചിടാറുള്ളത് കേട്ടോ. ചെടികളായതിനു ശേഷം മാത്രമാണ്. അപ്പം നമ്മൾ ഇതിൽ ചെടികൾ വെച്ചതിന് ശേഷം ഒരു 2-3 ആഴ്ച നനവ് മാത്രമേ കൊടുക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ കുറേശ്ശെ വളം കൊടുത്തു തുടങ്ങും കേട്ടോ. ഏകദേശം ഇപ്പോൾ ഈ പ്രായമായില്ലേ, ഇനി നമുക്ക് വളം കൊടുത്തു തുടങ്ങാം കേട്ടോ. അപ്പം നമ്മൾ സാധാരണ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചത് അതുപോലെയുള്ള വളങ്ങളൊക്കെ കൊടുക്കാറുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോരോ പുതിയ വളങ്ങൾ നമ്മൾ കേട്ടറിയണത് അല്ലെങ്കിൽ സക്സസ് ആയി എന്ന് മറ്റു ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വളങ്ങളും പരീക്ഷിക്കാറുണ്ട് കേട്ടോ. ചാണകം ചേർക്കാറുണ്ട്. ഉണങ്ങിയ ചാണകം ഉണക്കിയിട്ട് ആ പൊടി ചേർക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് അമ്മയുടെ കൃഷി വിശേഷങ്ങൾ. ഒരുപാട് വിളവ് കിട്ടാറുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഒരു 70 വയസ്സോളം കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് കേട്ടോ. എന്നാലും നന്നായിട്ട് മണ്ണിൽ അധ്വാനിക്കും. അമ്മയുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നന്നായിട്ട് പച്ചക്കറികൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഞങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം തന്നെ ഞങ്ങൾ ഏകദേശം 3 കിലോളം പച്ചമുളകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തക്കാളി ഇപ്പം നമ്മൾ ഇന്ന് ഇതൊക്കെ ഒരുക്കിയിട്ട് നട്ടത് തക്കാളി, പച്ചമുളക് അതുപോലെയുള്ളതൊക്കെയാണ് കേട്ടോ. പിന്നെ പാവയ്ക്ക ഒക്കെയാണ്. പാവയ്ക്ക ഇപ്പം നമ്മളുടെ
കുറച്ച് നാൾ മുമ്പായിട്ടുണ്ട്, അത് കയറിയിട്ടുണ്ട്, പന്തലിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അമ്മ മണ്ണൊരുക്കാറുള്ളതും ഈ ചെടീനെ മാറ്റി നടാറുള്ളതും കേട്ടോ. നിങ്ങളുടെ അറിവിൽ പോട്ടിംഗ് മിക്സ് ഇങ്ങനെയാണോ ആക്കണത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന വിശേഷങ്ങൾ ഒന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ. പിന്നെ വേറെ എന്താണ്, പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല കേട്ടോ, എൻ്റെ ബാലുവിന് പനിയാണ്. പിന്നെ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അമ്മ ഇത് മുഴുവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അതൊന്ന് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ ഈ യൂട്യൂബിൽ ഒരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും കാണാം അടുത്തടുത്ത വീഡിയോകളിലായിട്ട് കേട്ടോ. ഓക്കെ, അതുവരേക്കും നന്ദി, നമസ്കാരം.